ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം 5:35. ഇന്ന് നമ്മുടെ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മൾ ഇപ്പൊ രാവിലെ ഇത്ര നേരത്തെ എഴുന്നേറ്റ് പോകുന്ന എങ്ങോട്ടാന്ന് പറഞ്ഞാൽ ഒരു ഐലാൻഡിലേക്ക് നമ്മൾ കയാക്കിംഗ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു ½ ട്രാവൽ ഉണ്ട് ആ പ്ലേസിലേക്ക്. അപ്പൊ നമ്മൾ അതിന് അങ്ങോട്ടേക്ക് പോവാട്ടോ. അപ്പം 5:30 ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ആറ് മണിക്കാണോ 6:30ക്കാണ് ബുക്ക് ചെയ്തിരുന്നത്? 6 മണിയുടെ സ്ലോട്ടാണ് ബുക്ക് ചെയ്തിരുന്നത്. കാരണം വെയിലിനൊക്കെ മുന്നേ പോയി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. 2 hours ആണ് നമുക്ക് അവർ തന്നിരിക്കുന്ന ടൈം. കയാക്കിങ് പെർ പേഴ്സൺ 700 rupees. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ തന്നെ 5:30 ഇറങ്ങിയാലും നമുക്ക് ആ ടൈമിൽ അവിടെ എത്താൻ പറ്റുള്ളൂ. പിന്നെ അവിടുത്തെ കയാക്കിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു ഉച്ചയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. സോ നമുക്കിന്ന് കയാക്കിങ് ചെയ്യാം. ഹായ് ഹലോ, എന്നത്തെ പോലെ വളരെ ഹാപ്പിയോടെ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. പക്ഷെ എനിക്കറിയാം നിങ്ങൾ അത്ര ഹാപ്പി ഒന്നും അല്ല എന്നുള്ളത്. പിന്നല്ലാതെ നേരെ ഉറക്കത്തേന്ന് വന്ന് ഇങ്ങനെയൊക്കെ ഇൻട്രോ പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമല്ലേ? പക്ഷെ എന്ത് ചെയ്യാനാ, യാതൊരു നിവൃത്തിയില്ലാതെയാണ് ഞാൻ അത്ര നേരത്തെ എഴുന്നേറ്റതും ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതും. ആ ഒരു മടി നിങ്ങൾക്ക് ഈ വീഡിയോ ത്രൂ ഔട്ട് കാണാനും ഉണ്ടാവും കേട്ടോ. എന്തായാലും നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ നിങ്ങളൊന്ന് ചെറുതായി ഞെട്ടിയില്ലേ? കൃത്യസമയത്ത് ഇത്ര കൃത്യനിഷ്ഠയോടെ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. എന്താല്ലേ, കാര്യം വേറെ ഒന്നുമല്ല, ഇതെല്ലാം ധരണിയുടെ പ്ലാൻ ആയിരുന്നു കേട്ടോ. ധരണിക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ എല്ലാവരെയും വിളിച്ച് എഴുന്നേപ്പിച്ച് കറക്റ്റ് സമയത്ത് തന്നെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ ഡിലേ ആയിട്ടുണ്ടെങ്കിൽ ബാക്കി ഇന്നത്തെ നമ്മുടെ പ്ലാൻ എല്ലാം കൊളാപ്സ് ആവും. എന്തായാലും നമ്മൾ വന്ന ഉടനെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർ തരുന്ന കൺസേൺ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കയാക്കിങ്ങിൽ മുൻ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും ഓർ സ്വിമ്മിങ് അറിയുന്നവരാണെങ്കിലും അറിയില്ലാത്തവരാണെങ്കിലും നമ്മുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മുടേത് മാത്രമായിരിക്കും കേട്ടോ. അവർ ജസ്റ്റ് നമ്മളെ ഒന്ന് ഗൈഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ കൺസേൺ ഫോം നമ്മൾ മാൻഡേറ്ററി ആയിട്ട് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഉണ്ടല്ലോ, നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഒരു ദിവസത്തേക്ക് മാത്രമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് ഈ ഒരു വൈബൊക്കെ അങ്ങ് പിടിച്ചു വന്നപ്പോഴേക്കും നമുക്ക് ഒരു ദിവസം കൊണ്ട് അങ്ങ് കണ്ടു തീർത്ത് പോകാൻ മനസ്സ് വന്നില്ല. അങ്ങനെ നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലാതെ ഒരു ദിവസം കൂടെ ഈ ട്രിപ്പ് എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെങ്കിലും നെക്സ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എവിടെ പോകണം എന്ന് ഒരു ഐഡിയ ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് അറിയുന്നത് കേട്ടോ. ഇത് നമുക്ക് ഷെയർ ചെയ്തത് നമ്മുടെ റിസോർട്ടിൽ നിന്ന് തന്നെയാണ്. പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, നേരെ അവരെ വിളിച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 700 rupees ആയിരുന്നു ഈച്ച് പേഴ്സൺ. ഇപ്പം എനിക്ക് റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് അവർ നമുക്ക് നൽകിയിരുന്ന സ്ലോട്ട് ഏർലി മോർണിംഗ് ആണ് കേട്ടോ. ആദ്യം എനിക്ക് കുറച്ച് ദേഷ്യമൊക്കെ ആയിരുന്നു. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോവാന്ന് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അതെല്ലാം എനിക്ക് കംപ്ലീറ്റ് മാറി കേട്ടോ. കാരണം നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇതൊരു വില്ലേജ് ആണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഐലൻഡാണിത്. അങ്ങനെ നമ്മൾ രാവിലെ വന്നു കഴിയുമ്പം നമുക്കിവിടെ കിട്ടുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കേട്ടോ. കയാക്കിംഗ് തുഴഞ്ഞുകൊണ്ടിരിക്കുക കണ്ടോ, ഈ കാട് മൊത്തം കണ്ടോ. നല്ല സ്ഥലമാണ്. ഈ വെയിലത്ത് ഇങ്ങനെ ഒരു സ്ഥലത്തിൽ കയറുമ്പോൾ നമുക്ക് നല്ലൊരു ആഘോഷം കിട്ടി. ഇപ്പോൾ തുഴയുന്നത് ആരാണ് അറിയോ? നമ്മുടെ ദീപ്തിയാണ്. ഞാനത് ഈ ഫോണിൽ ഇങ്ങനെ പെട്ടെന്ന് ഫ്രണ്ട് ബാക്കും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ അത് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കും. കുറേ കണ്ടോ, തുണിച്ചെട്ടനും അച്ഛനും എത്ര പെട്ടെന്ന് കണ്ടോ. ഇങ്ങനെ ആരെങ്കിലും കയാക്കിംഗ് ചെയ്ത് കണ്ടിട്ടുണ്ടോ കൈകൊണ്ട്? വേഗം 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 വാ. ഇത് കയാക്കിംഗ് അല്ല, കൈയാക്കിംഗ്. ഞാൻ നിങ്ങളോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ആളുകളോ നമുക്ക് തരുന്ന മെമ്മറീസ് എന്ന് പറയുന്നത് അത് ഇറീപ്ലേസബിൾ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക് ഈ ഒരു സ്പോട്ടിൽ നിന്ന് കിട്ടിയത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു ഡേ ഒട്ടും പ്ലാൻ ചെയ്യാതെയാണ് നമ്മളിവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്നൊരു ഐഡിയയിൽ വന്നതാണ്. നിങ്ങളുടെ ആരുടെയും ലൈഫിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലാതെ
ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. അങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള കുറേ അടിപൊളി മൊമെന്റ്സ് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും വർക്കല ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്ലേസ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ അത് നമുക്കൊരു വൻ നഷ്ടമായിരിക്കും. ദ മോസ്റ്റ് എക്സൈറ്റഡ് പാർട്ട് എന്നൊക്കെ പറയില്ലേ, ഇനി അതാണ് കേട്ടോ. ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കയാക്കിംഗ് തുടങ്ങിയപ്പോൾ തൊട്ട് വെയിറ്റ് ചെയ്തിരുന്നത്. ഈ ഒരു സ്പോട്ട് കണ്ടു. ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ കയാക്കിങ്ങിന്റെ ഹാഫ് ഓഫ് ദി ഡിസ്റ്റൻസ് നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അവർ കുറച്ച് ടൈം തരും. എന്തിനാ? ഞങ്ങളെപ്പോലെ ഇങ്ങനെ വെറുതെ വെള്ളത്തിൽ പൊങ്ങി കിടക്കാനും നീന്താനും കുളിക്കാനും ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ അലൗഡ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അതും കംപ്ലീറ്റ് അവർ ഗൈഡ് ചെയ്യും കേട്ടോ. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇറങ്ങുന്ന സ്പോട്ടിൽ ചിലപ്പോൾ നമുക്ക് ആഴവോ ചെളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഡയറക്ഷൻ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന പോലെയല്ല, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്നുള്ളൊരു ഡെപ്ത് ആയിരിക്കും. അതുകൊണ്ട് കംപ്ലീറ്റ് അവരുടെ ഗൈഡൻസിൽ മാത്രമേ നമ്മൾ ഇറങ്ങി അവിടെ കുളിക്കാനൊക്കെ പാടുള്ളൂ. ധരണി കയാക്കിംഗ് ചെയ്യുന്ന ബോർഡ് കണ്ടു. എനിക്കത് കണ്ടപ്പോൾ നമ്മുടെ സർഫ് ബോർഡ് പോലെയാണ് തോന്നിയത്. എനിക്കറിയില്ല ഇനി അത് തന്നെയാണോ എന്നുള്ളത്. എന്തായാലും അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ച് അതിൻ്റെ മേളിൽ കയറി നിന്നതാണ്. പക്ഷെ കാണുന്ന പോലെ അത്ര ഈസി അല്ല. ഭയങ്കര ബോഡി ബാലൻസും കാര്യങ്ങളും വേണം എന്നുള്ളത് അതിൽ നിന്ന് പലതവണ വീണ് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഇനി നമുക്ക് റിട്ടേൺ പോകേണ്ട ടൈമാണ് കേട്ടോ. ഈ വീഡിയോ എടുക്കണം എന്നുള്ള ഒരേ ഒരു റീസൺ കൊണ്ട് പോകുമ്പോഴും വരുമ്പോഴും മൊത്തം പണിയെടുത്തത് ഞാനായിരുന്നു കേട്ടോ. അതിൻ്റെ ക്ഷീണം എനിക്ക് ഇത് കഴിഞ്ഞപ്പോൾ അറിയാനും ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിക്ക് വന്ന് അത് എക്സ്പീരിയൻസ് ചെയ്തെങ്കിലും അതിനേക്കാൾ ഉപരി നമുക്ക് ഇവിടുന്ന് കുറച്ച് നല്ല ആളുകളെ പരിചയപ്പെടാൻ പറ്റിയിട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഗൈഡ് അത്ര ഫ്രണ്ട്ലി ആയിരുന്നു. ഒരു ചെറിയ പയ്യനാണ്. നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് നമ്മളിവിടെ വരുന്നത് വരെ ഒരു ഗൈഡിനേക്കാൾ ഉപരി നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ആളെ പോലെ ആയിരുന്നു. നമുക്ക് അത്രയും പേഷ്യൻസോട് കൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമോ, നമ്മളെ അതിനേക്കാൾ ഉപരി ഞങ്ങളെ ഇത്ര സേഫായിട്ട് ഇവിടെ കൊണ്ടെത്തിച്ചു. കാരണം നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണുമ്പോൾ അറിയാം എൻ്റെ തുഴയിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പം ഇങ്ങനെ നേരെ പോകുന്ന പോലെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഞാൻ തുഴഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലെഫ്റ്റിലേക്ക് എയിം ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റിലേക്ക് വല്ല കാട്ടിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതൊക്കെ പുള്ളി അത്രയും ക്ഷമിച്ച് നമ്മുടെ ഒപ്പം ടൈം എടുത്ത് നിന്ന് നമ്മളെ ഇവിടം വരെ സേഫായിട്ട് എത്തിച്ചു. സോ പുള്ളിക്ക് ഒരു വലിയ താങ്ക്സ്. അങ്ങനെ നമ്മുടെ കയാക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ടൈമിനുള്ളിൽ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് നമ്മുടെ ഹോട്ടലിലേക്ക് പോവുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, കുറച്ച് റെസ്റ്റ് എടുക്കുക, ദെൻ ചെക്കൗട്ട് ചെയ്യുക. എന്തായാലും ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.